ആദരണീയരായ പ്രിയപ്പെട്ട സഹോദരന്മാർ, സുഹൃത്തുക്കൾ, ഇന്നലെ ഉള്ളാളിൽ നിന്ന് പതാക ഏറ്റുവാങ്ങി ശൈഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കേരള യാത്ര കണ്ണൂരിന്റെ മണ്ണിൽ എത്തിയിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ഈ വേദിയിലേക്ക് നമ്മുടെ നേതൃത്വം കടന്നുവരും എന്ന സന്തോഷം എല്ലാവരെയും അറിയിക്കുകയാണ്. കേരളത്തിലെ ആധികാരിക മുസ്ലിം പണ്ഡിത സഭയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. 1926 രൂപീകരിച്ച് 100 വർഷം പൂർത്തിയാവുന്ന പ്രസ്ഥാനം നമ്മുടെ നാടിന് നേടിക്കൊടുത്ത ഒരുപാട് നേട്ടങ്ങൾ, സമൂഹത്തിന് സമുദായത്തിന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളൊക്കെ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്ന പുസ്തകങ്ങളായി നിലനിൽക്കുന്നുണ്ട്. വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ, അഥവാ 1400 വർഷങ്ങൾക്കപ്പുറം എത്തിയ ഭാഗ്യമുള്ള പ്രദേശമാണ് നമ്മുടെ കേരളം. കേരളക്കരയിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തുന്ന കാലഘട്ടം, അതിനോട് ചേർന്നു നിൽക്കുന്ന കാലഘട്ടത്തെ കുറിച്ച് ശൂരനാട്ട് കുഞ്ഞമ്പിള്ള രേഖപ്പെടുത്തിയത് നമുക്ക് വായിക്കാൻ കിട്ടും. അവർ പറയുന്നുണ്ട്, 5-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 6-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും നമ്മുടെ കേരളത്തിൽ വേണ്ടയളവിൽ ധാർമ്മികത ഉണ്ടായിരുന്നില്ല. ധാർമ്മിക മൂല്യങ്ങൾ എന്താണെന്നോ അവയുടെ പ്രാധാന്യം എന്താണോ എന്നോ ആ കാലഘട്ടത്തിലെ മനുഷ്യരിൽ ബഹുഭൂരിപക്ഷത്തിനും അറിയുമായിരുന്നില്ല. ആ ഒരു ഘട്ടത്തിലാണ് കേരളക്കരയിലേക്ക് മഹാന്മാരായ നേതാക്കന്മാരിലൂടെ വിശുദ്ധ ഇസ്ലാമാകുന്ന വെളിച്ചം കടന്നു വരുന്നത്. നമ്മുടെ നാട്ടിൽ ആ കാലത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ചിത്രം, ഇവിടെ ജാതീയമായി മനുഷ്യർ വേർതിരിക്കപ്പെടുകയും അതിന്റെ പേരിൽ മനുഷ്യർ വലിയ ദുരിതം അനുഭവിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഏകദേശം 1.5 നൂറ്റാണ്ട് മുമ്പ് കേരളക്കരയിലേക്ക് വന്ന സ്വാമി വിവേകാനന്ദൻ കേരളത്തെക്കുറിച്ച് പറഞ്ഞത് ഇത് ഭ്രാന്താലയമാണ് എന്നായിരുന്നു. സ്വാമിജി കേരളത്തിൽ അന്ന് തെക്കൻ കേരളത്തിൽ സന്ദർശിച്ച സമയം കണ്ട കാഴ്ചകൾ, ആ കാഴ്ചകൾ മനുഷ്യർ വിവിധ തട്ടുകളിലായി മാറുകയും അതിന്റെ ദുരിതവും ദുരന്തവും അനുഭവിച്ചതുകൊണ്ടാണ് അവര് പറഞ്ഞത് എന്ന് കുറെ ആളുകൾ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വേറെ ഒരു വ്യാഖ്യാനം സ്വാമിയുടെ ഈ പ്രയോഗത്തെക്കുറിച്ച് പറയുന്നത്, സ്വാമി വിവേകാനന്ദൻ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന സമയം ജാതീയത കൊടികുത്തി വാഴുകയും അതിന്റെ പ്രയാസങ്ങൾ ജനങ്ങൾ അനുഭവിക്കുകയും ചെയ്തിരുന്ന സമയത്തു തന്നെ ഇവിടെ കുറെ ആളുകൾ നേരത്തെ ഉണ്ടായിരുന്ന പതിതാവസ്ഥയിൽ നിന്ന്, പ്രയാസകരമായ സാഹചര്യത്തിൽ നിന്ന് അവർ ഉയർന്നു വരുന്ന ഒരു കാഴ്ച കൂടി കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങാടിയിലേക്ക്, വെളിച്ചത്തിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത ജനവിഭാഗങ്ങൾ ജാതീയമായി പിന്നാക്കം നിന്നതിന്റെ പേരിൽ ഇവിടെ ഉണ്ടായിരുന്നു. രാത്രി ഇരുട്ടിന്റെ മറവിൽ മാത്രം മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങാൻ വിധിക്കപ്പെട്ട മനുഷ്യർ, അവര് ചെറിയ കുറ്റിക്കാടുകളിൽ കഴിഞ്ഞുകൂടുകയും എലിയെയും പെരിച്ചാഴിയെയും ഒക്കെ ഭക്ഷണമാക്കുകയും
അങ്ങനെ കിട്ടുന്ന വസ്തുക്കളെല്ലാം കഴിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആളുകൾ വരെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു കാലത്ത് ഏകദേശം ഇതിനോട് ചേർന്നു നിൽക്കുന്ന ആളുകൾ തന്നെ അങ്ങാടികളിൽ വരുന്നു, സമൂഹവുമായിട്ട് ഇടപെടുന്നു. അവർ വളരെ നല്ല രൂപത്തിൽ മുഖ്യധാരയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോ സ്വാമി വിവേകാനന്ദൻ അന്വേഷിച്ചു അത്രേ, ഇതെന്താണ് ഈ സംഗതിയെന്ന്. ആരോ പറഞ്ഞു കൊടുത്തു, അവർ പൊന്നാനിയിൽ പോയി തൊപ്പിയിട്ടതിന്റെ ഫലമായിട്ട് അവർക്ക് സാമൂഹിക അംഗീകാരം ലഭിച്ചതാണ് എന്നായിരുന്നു. ഇത് കേട്ടപ്പോഴാണ് സ്വാമി ഇതെന്തോ ഭ്രാന്താണ് എന്ന് ചോദിച്ചത് എന്ന് ചരിത്രകാരന്മാരിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഭാഗം ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ കാണുന്ന രൂപത്തിൽ പ്രയാസം അനുഭവിക്കുന്നിടത്ത് ഇസ്ലാമിക സമൂഹം ഉയർത്തിയ ഏറ്റവും വലിയ വളരെ പ്രധാനപ്പെട്ട ആശയം അല്ലെങ്കിൽ അവർ കാണിച്ചു കൊടുത്ത മാതൃക മനുഷ്യനെ ഉയർത്തുക എന്നതായിരുന്നു. ജാതിയുടെ മതത്തിന്റെ അല്ലെങ്കിൽ ജാതീയമായ വേർതിരിവുകളിൽ നിന്ന് മനുഷ്യനെ കണ്ടെത്തുകയും അന്നാസു മഅദിനു കമഅദിൽ ദഹബി വൽ ഫിദ്ദ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സന്ദേശം സമൂഹത്തിന്റെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കുകയായിരുന്നു ഇസ്ലാം ചെയ്തിരുന്നത്. മനുഷ്യനാണ് ലോകത്ത് സ്വർണവും വെള്ളിയും കുഴിച്ചെടുക്കുന്ന ഖനികൾ പോലെ മൂല്യമുള്ള വസ്തുവാണ് മനുഷ്യൻ. അവരെ നിങ്ങൾ വേർതിരിച്ചു നിർത്താൻ പാടില്ല എന്ന സന്ദേശം അത് കേട്ടപ്പോൾ കേരളത്തിൽ അതിന്റെ ഒരു വലിയ പ്രതിധ്വനി രൂപപ്പെടുകയായിരുന്നു. അങ്ങനെ മനുഷ്യർ അവർ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരികയും മനുഷ്യരായി അവർക്ക് അംഗീകാരം ലഭിക്കുകയുമായിരുന്നു. നവോത്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മനുഷ്യൻ വീണിടത്തു നിന്ന് അവന് ഉയർന്നു വരാൻ കഴിയുക എന്നുള്ളത്. അങ്ങനെ മനുഷ്യനെ കണ്ടെത്തുകയും അവനെ ഉയർത്തുകയും അവനെ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ടായിരുന്നു ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രവർത്തനം കേരളത്തിൽ ആരംഭിച്ചത്. രണ്ടാമത്തെ ഒരു കാര്യം നമുക്കറിയാം, ഈ സമൂഹത്തിന് ഏറ്റവും പ്രധാനമായി വേണ്ടിയിരുന്നത് അറിവായിരുന്നു. നമ്മളിലേക്ക് കടന്നു വന്ന ഈ ഒരു വലിയ മുൻഗാമികളായ നേതൃത്വം അവര് സമൂഹത്തിന് ആവശ്യമായ അറിവുകൾ പകർന്നു നൽകുകയും നമ്മുടെ നാട്ടിൽ നിന്ന് ഈ അറിവ് അത് പുസ്തകങ്ങളായി കിതാബുകളായിട്ട് മറ്റു ദേശങ്ങളിലേക്കും രാജ്യത്തിന് പുറത്തേക്കും ഒഴുകുന്നിടത്തു വരെ അന്നത്തെ നമ്മുടെ അറിവിന്റെ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിലെ പൊന്നാനി അന്ന് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അറിവന്വേഷകരുടെ കേന്ദ്രവും മഖ്ദൂമുമാരാകുന്ന പണ്ഡിതന്മാർ ദർസ് നടത്തി ലോക പ്രശസ്തമായ പ്രദേശവും ആയിരുന്നു. കടൽ കടന്ന് ധാരാളം ആളുകൾ ആ കാലഘട്ടത്തിൽ പൊന്നാനിയിലേക്ക് വരികയും നമ്മുടെ നാട്ടിൽ നിന്ന് അറിവ് നേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണക്കാരായ മനുഷ്യർക്ക് വാമൊഴിയായിട്ട് അവര് മലയാളത്തിൽ സംസാരിച്ചിരുന്നുവെങ്കിൽ മലയാള ലിപി കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലം. ആ കാലഘട്ടത്തിൽ നമ്മുടെ മുൻഗാമികളായ ആളുകളിലൂടെ കേരളത്തിന് ലഭിച്ച മലയാളത്തിന് ലഭിച്ച വളരെ വിശേഷപ്പെട്ട ഒരു സൗഭാഗ്യമാണ് അറബ് മലയാളം എന്ന് പറയുന്ന ഒരു പുതിയ ലിപി തന്നെ രൂപമെടുക്കുന്നത്. മലയാളത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങളെ അറബ് ഭാഷയിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭാഷയാക്കിയിട്ട് അതിനെ രൂപാന്തരപ്പെടുത്തുന്ന സമയം നമ്മുടെ നാട്ടിൽ മലയാളത്തിന് ലിപി വന്നിട്ടുണ്ടായിരുന്നില്ല. മലയാളത്തിന് ലിപി അന്ന് രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ആ കാലത്ത് സമൂഹത്തെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ലിപിയുള്ള ഒരു ഭാഷ തന്നെ നമ്മുടെ മുൻഗാമികളാൽ നൽകപ്പെടുകയായിരുന്നു. ഇസ്ലാമി നാടിന് നൽകിയ വലിയ സൗഭാഗ്യങ്ങൾ നമുക്ക് എണ്ണി നോക്കിയാൽ തീരാത്തയത്രയും ഒരുപാട് അത് പരന്നു കിടക്കുന്നതുണ്ട്. ആ ഭാഗത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. മുസ്ലിം സമൂഹത്തിൽ കേരളക്കരയിലേക്ക് അവരെത്തിയ കാലഘട്ടം മുതൽ ഈ നാട്ടിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും മുസ്ലിമീങ്ങൾ അടക്കമുള്ള ആളുകളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള സംരംഭങ്ങൾ അതത് കാലത്തെ
നമ്മുടെ മുൻഗാമികളാൽ ഇവിടെ രൂപപ്പെടുകയും മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അതങ്ങനെ പോരുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ സമൂഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ നല്ല ശുദ്ധമായ ആദർശത്തിൽ അധിഷ്ഠിതമായ ജീവിതമായിരുന്നു അവർ നയിച്ചിരുന്നത് എന്നുള്ളതാണ്. ഇസ്ലാമിക സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ ആദർശമാണ് എന്ന് നമുക്കറിയാൻ കഴിയും. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വിശുദ്ധമായ ഇസ്ലാമിന്റെ തനതു രൂപം, ആ തനതു രൂപം അതുപോലെ നമ്മുടെ നാട്ടിലെത്തുകയും ഇസ്ലാമിന്റെ ആശയ ആദർശങ്ങളെ നെഞ്ചേറ്റുകയും ചെയ്തുകൊണ്ട് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരു സമൂഹം ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചപ്പോൾ അവര് പള്ളികൾ നിർമ്മിക്കുകയും അവര് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും അവര് പുരോഗമനപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്ത സമയത്തായിരുന്നു കേരളത്തിൽ വലിയൊരു പ്രതിസന്ധി രൂപമെടുക്കുന്നത്. ആ പ്രതിസന്ധി ബ്രിട്ടീഷുകാരുടെ വരവായിരുന്നു. ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടെ ഇവിടെ അവരെ എതിർക്കുന്നതിൽ, അവരെ നമ്മുടെ നാടിനെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ നാട്ടിലെ ഭക്ഷ്യവിഭവങ്ങൾ അവരുടെ നാട്ടിലേക്ക് കടത്തുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾ ചെയ്തപ്പോൾ അവരെ എതിർക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിന്നിരുന്നത് മുസ്ലിം സമൂഹമായിരുന്നു, നേതൃത്വമായിരുന്നു. വലിയ വിലകൾ തന്നെ, വലിയ തോതിൽ തന്നെ ഇതിന് വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ മുൻഗാമികളായ ആളുകൾ. അങ്ങനെ 1920കളിൽ വലിയ തോതിൽ പ്രയാസം നമ്മൾ അനുഭവിച്ച സമയം, വലിയ തോതിൽ നമ്മൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച സമയം, മലബാറിലെ ഏറനാട്, വള്ളുവനാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് 10-20,000 മേലെ വരുന്ന ചെറുപ്പക്കാരെ ബ്രിട്ടീഷുകാരന്റെ പട്ടാളക്കാർ അന്തമാനിലേക്ക് നാടുകടത്തുകയും ഹതാശരും പ്രയാസം അനുഭവിക്കുന്നവരുമായിട്ട് ഈ സമൂഹം മാറുകയും ചെയ്യുന്ന സമയത്തായിരുന്നു നമ്മുടെ നാട്ടിലേക്ക് മറ്റൊരു ടീം കടന്നു വരുന്നത്. ആ ടീം കടന്നു വന്ന് അവര് സമൂഹത്തെ ഉയർത്തുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ ചെറിയ ചില പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും സമൂഹത്തെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയാണ് തങ്ങൾ ശ്രമിക്കുന്നത് എന്ന് പറയുകയും ചെയ്ത് അവരൊരു കമ്മിറ്റിക്ക് രൂപം കൊടുത്ത സമയം, ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് ഇതിന്റെ ഉള്ളിൽ വലിയൊരു അപകടം നമ്മുടെ മുൻഗാമികൾ ദർശിക്കുന്നത്. ആ അപകടം ഏതായിരുന്നു? അവരൊരു ഭാഗത്ത് പുറമെ റിലീഫ് സെല്ലിന്റെ പേരിൽ സമൂഹത്തെ ഉയർത്താൻ വേണ്ടി, നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന വ്യാജേന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ തെറ്റായി അവതരിപ്പിക്കുന്ന ഒരു പ്രവർത്തനം കൂടെ അതിന്റെ കൂടെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലും ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങൾ, ആ മുസ്ലിമീങ്ങളെ ഇസ്ലാമിന്റെ പുറത്തു നിർത്തിക്കൊണ്ട് അവർ ചെയ്യുന്ന കർമ്മങ്ങൾ, അവർ വിശ്വസിക്കുന്ന വിശ്വാസങ്ങൾ അത് ശരിയല്ല എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടായിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞ ഈ പാഷാണത്തിൽ പൊതിഞ്ഞ ഈ ടീം പുറത്തേക്ക് വന്നതും പ്രവർത്തിച്ചതും. ഈ ഒരു ഘട്ടത്തിലാണ് 1925 ഒരു അഡ്ഹോക്ക് കമ്മിറ്റി രൂപീകരിക്കുകയും 1926 ജൂൺ 26 ബഹുമാന്യരായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പ്രസ്ഥാനം കോഴിക്കോട് കേന്ദ്രമായി പിറവിയെടുക്കുകയും ചെയ്യുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പിറവിയെടുക്കുന്ന സമയം അന്ന് നമ്മുടെ മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ വെല്ലുവിളി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ, കേട്ടതുപോലെ, സമൂഹത്തിൽ മാലിക്കുദ്ദീനാർ തങ്ങളിലൂടെ നമ്മൾ നേടിയെടുത്ത ആ ഒരു നവോത്ഥാനത്തിന്റെ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വലിയ മുന്നേറ്റത്തിന്റെ ആ പ്രവർത്തനങ്ങൾ, അതിനെ മെല്ലെ മെല്ലെ തച്ചുകെടുത്താനുള്ള ശ്രമം ഒരു ഭാഗത്ത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാമത്തേത്. രണ്ടാമത്തേത്, അതിന്റെ കൂടെ തന്നെ മുസ്ലിമീങ്ങളുടെ പേരിൽ തന്നെ പ്രവർത്തിക്കുന്ന, നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ പ്രസ്ഥാനത്തിന്റെ ആളുകൾ, അവര് നമ്മുടെ സമൂഹത്തെ തെറ്റിന്റെ വഴിയിലേക്ക്, വിദഗ്ധത്തിന്റെ വഴിയിലേക്ക് അവര് മെല്ലെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു രണ്ടാമത് നമ്മൾ ഈ സമയത്ത് കണ്ടത്. ഈ 2 കാര്യങ്ങളിലും പണ്ഡിതന്മാർക്ക് അവരുടെ റോൾ നിർവഹിക്കാനുണ്ട്
സമൂഹത്തെ നേരിന്റെ വഴിയിലേക്ക്, നന്മയുടെ വഴിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന് ബോധ്യമായപ്പോഴാണ് ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളും സയ്യിദ് കുടുംബത്തിലെ, സാദാത്ത് കുടുംബത്തിലെ കാരണവരുമായ സയ്യിദ് ബാഅലവി മുല്ലക്കോയ തങ്ങളവർകൾ, ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളവർകൾ, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഅലവി മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപമെടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ അന്ന് രൂപമെടുത്ത ഇസ്ലാമിക സമൂഹത്തിലെ ആദ്യത്തെ തന്നെ ആദർശപരമായ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിത കൂട്ടായ്മയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ വഴന്നു പറഞ്ഞും ചെറുതും വലുതുമായ സമ്മേളനങ്ങൾ നടത്തിയും ഫത്വകൾ കൊടുത്തും അതുപോലെ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ ആവശ്യമായ മറ്റു പ്രവർത്തനങ്ങളെല്ലാം നൽകിക്കൊണ്ടായിരുന്നു നമ്മെ ആദർശത്തിന്റെ വഴിയിൽ അവർ പിടിച്ചു നിർത്തിയത്. അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്ന ഈ ആദർശമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപമെന്ന് നമുക്കറിയാം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അഹ്ലുസുന്ന വൽ ജമാഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമാണ്, വിശുദ്ധമായ ഖുർആന്റെ ആശയങ്ങളാണ്. ആ ഖുർആൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലൂടെ പ്രസരിച്ചത് അത് നേരിൽ കണ്ട സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും, ആ സ്വഹാബാക്കളെ കണ്ട് അവരിൽ നിന്ന് ഇസ്ലാമിനെ കാണുകയും പഠിക്കുകയും ചെയ്ത താബിയുകളും താബിയുകളും അടങ്ങുന്ന മഹാന്മാരായ ആളുകൾ അവരെ കാണിച്ചു തന്ന ഇസ്ലാമിന്റെ പാതയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന ഈ ഒരു വഴി, ഇസ്ലാമിന്റെ തനത് രൂപം. അഹ്ലുസുന്ന വൽ ജമാഅയെ ആ കാലഘട്ടത്തിൽ തന്നെ ആളുകൾ വിളിച്ച പേരാണ് സുന്നി എന്ന് പറയുന്ന പേർ. അഹ്ലുസുന്ന വൽ ജമാഅയെ ആ കാലഘട്ടത്തിൽ മഹാന്മാരായ മുൻഗാമികളായ ആളുകളുടെ കാലത്തു തന്നെ വിളിച്ചിരിക്കുന്ന പേരാണ് സുന്നി എന്ന് പറയുന്ന പേർ. ഇന്ന് നാം അറിയപ്പെടുന്ന ഈ പേർ സയ്യിദുനാ ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമടക്കമുള്ള കാലത്ത് വളരെ വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബൂ ഉസ്മാൻ തങ്ങളെ ഒരിക്കൽ കാണുന്നുണ്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഷാഫിഈ ഇമാമിന്റെ ശിഷ്യനാണ്. അവര് അബൂ ഉസ്മാൻ തങ്ങളെ കാണുകയാണ്. ഷാഫിഈ ഇമാമിന്റെ മകനെ അവർ കാണുകയാണ്. കാണുന്ന സമയത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് 3 കാര്യങ്ങൾ ആ സമയത്ത് പറയുന്നുണ്ട്. മോനെ, നിങ്ങളെ ഞാൻ 3 കാരണങ്ങൾ കൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്നായിരുന്നു. നിങ്ങളെ ഞാൻ 3 കാരണങ്ങൾ കൊണ്ട് ഇഷ്ടപ്പെടുന്നു. ഒന്നാമത്തെ കാരണം, നിങ്ങൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ടയാളാണ്, നിങ്ങൾ അഹ്ലു ബൈത്തിൽപ്പെട്ടയാളാണ്. അതുകൊണ്ട് മോനെ, നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നായിരുന്നു ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബൂ ഉസ്മാനെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തങ്ങൾ ആദ്യമായി ചേർത്ത് പിടിച്ചുകൊണ്ടെന്ന് പറഞ്ഞിരുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ബാപ്പ എന്റെ ഉസ്താദാണ്, അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നായിരുന്നു രണ്ടാമത്തെ പ്രയോഗമുണ്ടായിരുന്നത്. മൂന്നാമത് പറഞ്ഞ കാര്യം, നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നേരത്തെ പറഞ്ഞ 2 മികച്ചു നിൽക്കുന്നത് നിങ്ങൾ സുന്നിയായതുകൊണ്ട് നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നായിരുന്നു. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തോട് ചേർന്ന് തന്നെ ഇവിടെ ഖവാരിജുകളും മുഅ്തസിലത്തുമൊക്കെ രൂപപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവർ സമൂഹത്തിൽ ഫിത്നയുണ്ടാക്കുകയും സമൂഹത്തിൽ വികലമായ ആശയഗതികൾ അവര് പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ അവരെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥ വിശ്വാസികൾ അവരെ സ്വയം വിളിച്ച പേരാണ് സുന്നി എന്ന് പറയുന്ന പേർ. ഈ പേരാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഷാഫിഈ ഇമാമിന്റെ മകൻ അബൂ ഉസ്മാനോട് പറയുന്നത്, മോനെ, നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നതിന്റെ 3ാമത്തെ കാരണം നിങ്ങൾ സുന്നിയായതുകൊണ്ടാണ്, നിങ്ങൾ സുന്നിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുന്നത്. ഈ ഒരു
അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ പ്രവർത്തനം നമ്മുടെ കേരളക്കരയിൽ ആരംഭിച്ച സമയം, കേരളക്കരയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉലമയിലൂടെ ആരംഭിച്ച ആ കാലഘട്ടത്തിലും ഇവിടെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹത്തെയും എല്ലാവരും വിളിച്ച പേരാണ് സുന്നി എന്ന് പറയുന്ന പേർ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആദർശ പ്രചാരണ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുകയായിരുന്നു. നമ്മുടെ നാട്ടിൽ വന്ന ആളുകൾ അവരിതുവരെ സമൂഹത്തിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള സംഗതികൾ തന്നെയാണ്. സമൂഹത്തെ തെറ്റിലേക്ക് വഴി നടത്താൻ വേണ്ടിയിട്ട് വായിൽ വരുന്നത് വിളിച്ചു പറയുന്ന ആളുകളായിട്ട് അവരുടെ നേതാക്കന്മാർ മാറിയ ഒരു കാലത്തുകൂടിയാണ് നമ്മൾ ഇന്നും ജീവിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇസ്ലാം സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമാണ്. പരിശുദ്ധമായ ഖുർആൻ ശരീഫാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് നമുക്ക് ലഭിച്ചത്? എങ്ങനെയാണ് നമ്മുടെ കയ്യിലേക്ക് അതെത്തിയത്? നമ്മുടെ മുൻഗാമികളുടെ പരമ്പരകളിലൂടെയാണ്. ആ മുൻഗാമികളെ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ഇസ്ലാം പുൽകാൻ കഴിയില്ല. ഇസ്ലാമിലേക്ക് മനുഷ്യൻ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുമ്പേ നടന്നുപോയ ആളുകളെ ചേർത്തു പിടിച്ച് ആ ചങ്ങലയിലെ കണ്ണിയായി നമ്മൾ മാറുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, നമ്മുടെ മുൻഗാമികളായ മുഹാജിറും അൻസാറും സഹാബാക്കളിൽപ്പെട്ട മക്കക്കാരായ ആളുകളും മദീനയിൽ അന്നുണ്ടായിരുന്ന മദീനക്കാരായ തദ്ദേശീയരായ ആളുകളും സഹാബാക്കൾ അൽ മുഹാജിറൂന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ, അവരെ കണ്ടും കേട്ടും അവരെ പഠിച്ച മഹാന്മാരായ പിൻഗാമികളായ ആളുകൾ അവര് കാണിച്ചു തന്നതിനനുസരിച്ചുകൊണ്ടാണ് ഇസ്ലാമിക ലോകം രൂപപ്പെട്ടത് എന്ന് നമുക്കറിയാം. ഇന്നത്തെ വെള്ളിയാഴ്ച നമ്മുടെ പള്ളികളിൽ ഖുത്ബയോദാൻ മിമ്പറിലേക്ക് കയറിയ ഖത്തീബുമാർ, ആ ഖത്തീബുമാരുടെ കയ്യിൽ ഒരു ചെറിയ ഊന്നുവടി അവര് പിടിച്ചത് നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ് ഈ ഒരു ഊന്നുവടി നമ്മുടെ ഖത്തീബുമാരുടെ കയ്യിലേക്ക് വരുന്നത്? ആദ്യമായി ഇങ്ങനെയൊരു വടി പിടിച്ച് അതുപോലെയുള്ള ഒരു ചെറിയ സാധനം കയ്യിൽ പിടിച്ചുകൊണ്ട് മിമ്പറിലേക്ക്